Hello everyone, welcome back to my channel. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ഞങ്ങൾ ഇന്ന് ഇവിടെ അടുത്തൊരു സൺഡേ മാർക്കറ്റ് ഉണ്ട്. സ്ഥലത്തിന്റെ പേര് റെഡ് ക്ലിഫ് എന്നാണ്. റെഡ് ക്ലിഫ് സൺഡേ മാർക്കറ്റിലോട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പോ ഞങ്ങൾ രണ്ടുപേരുണ്ട്, അശ്വിൻ. അപ്പോ ഞാൻ പറഞ്ഞു വെച്ചതാ, ഞാൻ ഇങ്ങനെ തിരിക്കുമ്പോ ഹായ് പറയണമെന്ന് പറഞ്ഞു വെച്ചതാ. മിണ്ടുമില്ല, ആക്ഷൻസ് മാത്രമല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സും ഉണ്ട്, റോഷനിയും ബോസും ഉണ്ട്. അവരുടെ വണ്ടി വരുന്നുണ്ട്. കോഫി അവരുടെ കൂടെ പോയി. കോഫിക്ക് അവരുടെ കൂടെ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ കോഫി ആ വണ്ടിയിലുണ്ട്, നമ്മുടെ പുറകെ ഉണ്ട് അവര്. അപ്പൊ നമ്മൾ ഇന്ന് ഈ സൺഡേ മാർക്കറ്റിലോട്ടൊന്ന് പോവുക. രാവിലെ 11 മണിയായിപ്പോ. സൺഡേ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറയാം. പിന്നെ ഇങ്ങനത്തെ സ്മോൾ ബിസിനസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു മാർക്കറ്റാണിത്. അവിടെ ചെറിയ ചെറിയ സ്മോൾ ബിസിനസ് ഉണ്ടാവും. പിന്നെ പച്ചക്കറികൾ അത് ഫാമേഴ്സ് ആയിരിക്കും ഡയറക്ട്ലി കൊണ്ടുപോയി വിൽക്കുന്നത്. അതുകൊണ്ട് നല്ല പച്ചക്കറി കിട്ടും. അപ്പൊ ഞങ്ങൾ നല്ല പച്ചക്കറി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയി മേടിക്കാറുണ്ട്. വിലയും കുറവാണ്. പിന്നെ ഡ്രസ്സസ് ഉണ്ടാവും, പിന്നെ കുറെ ഈറ്ററീസ് ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെ കുറെ സൺഡേ മാർക്കറ്റ്സ് ഉണ്ട്. ഞങ്ങൾ പോകുന്നത് ഇപ്പൊ റെഡ് ക്ലിഫിലാണ്, ബ്രിസ്ബനിൽ തന്നെ. അപ്പൊ ഇതിന്റെ അടുത്ത് ഇതൊരു പിയറിന്റെ അടുത്താണ്, അല്ലെങ്കിൽ ഒരു ബീച്ചിന്റെ അടുത്താ. അപ്പൊ ഭയങ്കര ഭയങ്കര ഭംഗിയാ കാണാനായിട്ട്. നമ്മളിപ്പോ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഷോറിന്റെ അടുത്ത് പോയിരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെന്താ അവിടെയുള്ള, അപ്പൊ ബാക്കി അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ അങ്ങനെ റെഡ് ക്ലിഫ് മാർക്കറ്റിലെത്തി. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. കാരണം ഈ മാർക്കറ്റ് തുടങ്ങുന്നത് രാവിലെ 6 മണിക്ക് തുടങ്ങും. 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. അപ്പോൾ ഒരു 9 മണി, 8 മണി, 9 മണി, 10 മണി ആ ഒരു സമയത്ത് വന്നാലാണ് നല്ല ക്രൗഡൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ക്രൗഡൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നൊരിച്ചിരി മഴക്കോളമുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കടകൾ. ഇങ്ങനത്തെ സ്മോൾ ബിസിനസ്സുകൾ ഒത്തിരി ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞ് ഡെക്കോർ ഐറ്റംസ്, പിന്നെ കുറേ ഈറ്ററീസ് ഉണ്ടാവും. പിന്നെ കണ്ടോ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാവും. ഡ്രസ്സസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ് പോലെ, ചെറിയൊരു മ്യൂസിക്കൽ ഇവൻറ്റ് പോലെയൊക്കെ ആൾക്കാരത് നടത്തും. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ഡ്രസ്സസിൻ്റെയൊക്കെ ചെറിയ ചെറിയ സ്റ്റോൾസൊക്കെ ഉണ്ട്. അപ്പോഴത്തേനും ബോസും റോഷനിയും കോഫി എത്തി. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി മേടിക്കാനുള്ള പരിപാടിയിലാണ്. ഈ ഒരു വീഡിയോ അത്ര നല്ലൊരു ക്വാളിറ്റിയിലല്ല. ഞാനിങ്ങനെ പാൻ ചെയ്തപ്പോൾ ഭയങ്കര ബ്ലേഡായിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല അതൊന്നും. അപ്പോൾ അടുത്ത വട്ടം ഇതൊക്കെ ശരിയാക്കാം. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ സ്മോൾ ബിസിനസ് ഉണ്ട്. ഇത് റെസിൻ ആർട്ടാണ്. പിന്നെയും ഇതേപോലത്തെ ജ്വല്ലറി, ഡ്രസ്സസൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ ഒരു ഫോട്ടോ ബൂത്ത് കണ്ടു. നമുക്ക് ഈ ഒരു കാരവൻ്റെ അകത്ത് കയറി നമുക്ക് ഫോട്ടോസ് എടുത്ത് അവരപ്പം തന്നെ പ്രിൻറ്റ് ചെയ്ത് തരും. പിന്നെയും ഡ്രസ്സസ്. ഞാനിവിടുന്ന് ഒരു ഡ്രസ്സ് മേടിച്ചായിരുന്നു. നല്ലൊരു ഡ്രസ്സായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളിങ്ങനെ വെറുതെ അതിലേക്ക് നടന്ന്, പിന്നെ അതിങ്ങനെ കുറേ കോഫി ഷോപ്സ് ഉണ്ട്, ഇങ്ങനെ ട്രക്കിലുള്ള കോഫി ഷോപ്സ്. നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് അടയ്ക്കാറായിരുന്നു. ആൾക്കാരിങ്ങനെ സാധനങ്ങളും ഭക്ഷണങ്ങളും കഴിക്കാനൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഈ ബീച്ചിൻ്റെ ഷോറിലിരുന്ന് ഫാമിലിയായിട്ട് അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒരുമിച്ച് ടൈമെല്ലാം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. കുറച്ചും കൂടി ലെയ്ഡ് ബാക്ക് ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ, പ്രത്യേകിച്ച് ക്വീൻസ്ലാൻഡ്, ബ്രിസ്ബനിൽ ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് അങ്ങനെ. അപ്പോൾ ഞങ്ങളതുപോലെ ഒരു സ്ഥലം നോക്കി നടക്കുകയാണ്. അശ്വിൻ ആ ഫ്രണ്ടിൽ നടക്കുന്നത്. ഞങ്ങൾ ചെയർസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയർസ് എവിടെയെങ്കിലും ഇട്ട് കുറച്ച് നേരം അവിടെ
വെറുതെ ഇരിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കുക. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഞങ്ങളവിടെ ചെയർസ് എല്ലാം സെറ്റപ്പ് ചെയ്തു. ഇവിടെ യൂഷ്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ കുറച്ചും കൂടെ ലെയ്ഡ് ബാക്ക് ആയിട്ടാണ്, കണ്ടില്ലേ? അവരൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, പക്ഷെ എന്നാലും അവർ ഒരു ചെയറൊക്കെ കൊണ്ടുവന്ന് ഇട്ട് ബീച്ചിൻ്റെ സൈഡിൽ വന്നിരുന്ന് എന്തോ ബുക്ക് വായിക്കുന്നു. ആൾക്കാർ കുറച്ചും കൂടെ എൻജോയ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഒരുപാട് ഹരിബരി ആയിട്ടൊന്നും അല്ല. എന്ന് വെച്ചാൽ സാധനം മേടിക്കും, ഇനി വീട്ടിൽ പോകണം, ഇനി വീട്ടിൽ പോയി കുക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയല്ല. അവർ കുറച്ചും കൂടെ സ്ലോ പേസ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്, നമ്മുടെ കോഫിയെ പോലെ. അങ്ങനെ ഞങ്ങൾ സ്ഥലം അവിടെ എല്ലാം സെറ്റ് ചെയ്ത് റോഷ്നി ബോസും എന്തോ സാധനം മേടിക്കാൻ പോയിരിക്കുക, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ കാണുന്നതാണ് ആ പിയർ. പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാട്ടിലെ കടൽപ്പാലം അത് തന്നെയാണ് പിയർ എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ പിയറിന് ചേർന്നായിട്ടുള്ള ഒരു മാർക്കറ്റായത്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഒരു ക്ലോസ് ഷോട്ട് ഓഫ് പിയർ. അപ്പോൾ അവിടെ നടുക്ക് കണ്ട് ഒരു റൂഫ് പോലെ. അപ്പോൾ യൂഷ്വലി അങ്ങനെ അവിടെ ബാബിക്യൂ ഉണ്ട്. ഇവിടെ ബാബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്, നമുക്ക് പോയിട്ട് ബാബിക്യൂ ചെയ്യാം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ അവിടെ പോയി ബാബിക്യൂ ഒക്കെ ചെയ്യും. കോഫി കണ്ടോ? കോഫി അശ്വിന് കാവലിരിക്കുകയാണ്. അശ്വിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ കടകളെല്ലാം ഇങ്ങനെ അടച്ചു തുടങ്ങി, ആൾക്കാരൊക്കെ ഒഴിഞ്ഞു. ഞങ്ങൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്തമാനം എല്ലാം പറഞ്ഞ് ഞങ്ങളവിടെ ഒരു ഗെയിം എല്ലാം കളിച്ച്, എന്തോ ഒരു അന്താക്ഷരി ഇല്ല, ഡം ഷാർട്സ് പോലത്തെ എന്തൊരു ഗെയിം എല്ലാം കളിച്ച് അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ സൺഡേ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തു. ഇറ്റ് വാസ് എ ഗുഡ് സൺഡേ. അപ്പോൾ ഓക്കെ, ബൈ.